നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിയെ, പ്രിയങ്കരനായ രാഹുൽജിയുടെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മറ്റൊന്ന്, NSSൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ശരിയാണെങ്കിൽ നമ്മുടെ ബഹുമാന്യ CM ചെയ്തത് അനുചിതമായിപ്പോയി. 2 പ്രാവശ്യം കാണാൻ വേണ്ടി അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അനുവാദം കൊടുത്തില്ലെങ്കിൽ അത് ശരിയല്ല. കാരണം മുഖ്യമന്ത്രി എല്ലാവിടെയാണ്, ഒരാളിലെ അല്ല. ഏത് ഈ കേരള അല്ലെങ്കിൽ ഒരു മലയാളി ആവശ്യപ്പെട്ടാലും കാണണമെന്ന് പറഞ്ഞാൽ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതിൽ ഒഴിഞ്ഞ് മാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് തിരുത്തിയിട്ട് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. വിഷയങ്ങൾ ഏത് സംസാരിക്കാം, നോ പ്രോബ്ലം. ഒരാളായിട്ട് കണ്ടുകൊണ്ടെന്ന് ആകാശത്തിന് വീടില്ല. അവരെന്താണ് അവരുടെ നിലപാട്, എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അതാണ് നോക്കേണ്ടത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറഞ്ഞല്ലോ, അലിയാർ തങ്ങൾ, അതായത് പ്രവാചകനെ വെട്ടാൻ വേണ്ടി ഉസ്മാൻ, അത് വന്ന് ശത്രുപക്ഷ അദ്ദേഹം വന്നപ്പോൾ ശത്രുപക്ഷത്തായതുകൊണ്ട് വാളോങ്ങി എടുത്തില്ല, വെട്ടാൻ വേണ്ടി വാങ്ങുന്നു. പ്രവാചകൻ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആണ് ഇപ്പോഴും എന്നാണ് എൻ്റെ അറിവ്. അപ്പം അദ്ദേഹം ഇനി ഉമാൻ നായർ NSS ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി കാണുമെന്ന് ആവശ്യപ്പെട്ടാൽ അതിൻ്റെ വിഷയത്തിൽ ഗൗരവം മനസ്സിലാക്കി അപ്പോയിൻമെൻറ്റ് കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റാണ്, കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. നിങ്ങൾക്ക് സന്തോഷം. അതായത് അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ സംഘടനയും 1999 VR കൃഷ്ണയ്യരൊക്കെ ഉദ്ഘാടനം ചെയ്ത പരിപാടി നടത്തിയിട്ടുണ്ട്. വർഷം 27 കഴിഞ്ഞു. ഏതായാലും ഇതിന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ് അതിന് പച്ചക്കൊടി കാണിച്ചു. അതിനുവേണ്ടി ശ്രമിച്ച എല്ലാവർക്കും, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും എല്ലാം നമ്മൾ ആശംസകൾ, അഭിനന്ദനം അറിയിക്കും. എന്താണ് ആവശ്യകത? അതായത് അങ്കമാലിയിൽ നിന്ന് വടക്കോട്ട് പോകേണ്ട ലക്ഷക്കണക്കിന് വാഹനങ്ങൾ, അരൂരിൽ നിന്ന് തെക്കോട്ട് പോകേണ്ട ലക്ഷക്കണക്കിന് വാഹനങ്ങൾ ഈ തിരക്കിൽപ്പെട്ട് എന്തിന് എടപ്പള്ളി വഴി വരണം? അതാണ് ഞങ്ങൾ കണ്ട പോയിൻ്റായത്. 1909 അത് നടത്തി, 99 നടത്തിയെങ്കിൽ അതിന് എത്രയോ വർഷം മുമ്പ് ചിന്തയുണ്ടായി. ആവശ്യമില്ലെന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്കമാലിയിൽ നിന്ന് അരൂർക്ക് മെഗാ ബൈപ്പാസ്, അത് 8 വരി പാതയായിരിക്കണം. ബൈപ്പാസിനാണ് ഈ മെഗാ എന്ന് പറയുന്നത്. ആ വാക്കൊന്നും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചില്ല. അതൊന്നും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചിട്ട് 100 വർഷം കഴിയും, അല്ലാതെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ലോകത്തിൽ ആദ്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞു. അതായത് 60 കിലോമീറ്ററാണ് ഇപ്പോൾ അങ്കമാലിയിൽ നിന്ന് അരൂർക്ക് എടപ്പള്ളി വഴി. എറണാകുളം വഴി തോപ്പുപടി വഴിയാണെങ്കിൽ 100 കിലോമീറ്റർ പറ്റും. അതിന് ഒരു മാറ്റമാണ് എയറോനോട്ടിക്കൽ സർവേ, ആകാശമാർഗമുള്ള സർവേ. അത് ചെയ്യുകയാണെങ്കിൽ അങ്കമാലിയിൽ അരൂർക്ക് ഒരു കയറ് കെട്ടിപ്പിടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നൂല് കെട്ടിപ്പിടിക്കും. 30 കിലോമീറ്റർ ഉള്ളൂ. അത് ഇന്നിപ്പോൾ അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർക്ക് ഒരു 6 വരി പാത 1 വർഷം മുമ്പ് അനുവദിച്ചു. അത് 45 കിലോമീറ്ററാണ്. അത് പെരുമ്പാവൂർ ഭാഗം വെങ്ങോല കറങ്ങി തിരിഞ്ഞൊരു ഗ്രാമീണ റോഡായി. നമുക്ക് വേണ്ടതല്ല. അങ്കമാലിയിൽ നിന്ന് അരൂരിലേക്ക്, അല്ലെങ്കിൽ അരൂരിൽ നിന്ന് അങ്കമാലിക്ക് എയറോനോട്ടിക്കൽ സർവേ നടത്തിയാൽ ഒരു കയറ് കെട്ടിപ്പിടി എങ്ങനെയിരിക്കും, അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ അതിൽ ചില സാങ്കേതികമായി ചില വളവൊക്കെ വരാം, സ്വാഭാവികമായിട്ട്. അത് വളരെ ചെറിയ വ്യത്യാസം പാടുള്ളൂ. എന്നിട്ട് ആ 30 കിലോമീറ്റർ ദൂരം 2 സൈഡ് നമ്മുടെ MG റോഡ് പോലെ വ്യാപാര സ്ഥാപനങ്ങൾ, ബിൽഡിംഗ് സമുച്ചയങ്ങൾ. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് കണക്ക് നോക്കുന്നത് ചെമ്പറക്കി വഴിയാണ് അത് പോകേണ്ടത്. എയറോനോട്ടിക്കൽ സർവേ പ്രകാരമെങ്കിൽ ചെമ്പറക്കി മാറമ്പള്ളി വഴി അങ്ങനെയാണ് കടന്നു പോകുന്നത്. അതിൽ വേണം നമുക്ക് നിർബന്ധമല്ല, ഏതിൽ വന്നാലും കുഴപ്പമില്ല, എളുപ്പ വഴി വേണമെന്നുള്ള. അതിനുവേണ്ടി ശ്രമിക്കണമെന്നും അതിന് നമുക്ക് വേണമെങ്കിൽ മെഗാ ബൈപ്പാസ് തന്നെ പറയാം. ബൈപ്പാസാണ് മെഗാ എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർ ടാക്സ് പറഞ്ഞില്ലേ, ടാക്സിന്മേൽ ടാക്സ് കൊടുക്കുന്നുണ്ട്, അതിന് സൂപ്പർ ടാക്സ്. അതുപോലെ ബൈപ്പാസ് മെഗാ ടാക്സ്. ഏതായാലും ആ പരിപാടിക്കെല്ലാം ശ്രമിച്ച, അതിനുവേണ്ടി അനുവാദം വാങ്ങിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആരുടെ പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. നല്ല കാര്യമാണ്. അതായത് അമ്പലം മുകളിൽ
ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയത് അമ്പലമുകൾ അങ്കമാലി റോഡ് ആദ്യം പ്ലാൻ ചെയ്തത്. അതാണ് ജങ്കാറൊക്കെ വന്നത്. ആ ജങ്കാറ് വച്ചതിന് ശേഷം അവിടെ നബാദിൻ്റെ ഇതായിട്ട് 15 കോടി മുടക്കി. അത് ടി എച്ച് ഉസ്താദ് സാഹിബൊക്കെയുള്ള കാലമാണ്. ആ പാലം തുടങ്ങി. ആ പാലം വന്നില്ലായിരുന്നെങ്കിൽ, ഇത് മഞ്ഞപ്പെട്ടിയിൽ മാറമ്പിളിയിൽ ആ പാലം വന്നില്ലായിരുന്നെങ്കിൽ കാലടി പാലം ബ്ലോക്കായിപ്പോഴേ ഈ വാഹനങ്ങളെല്ലാം വന്നണയോ പെരുമ്പാറ് വഴി വന്നിട്ട് ആലുവയിലൊന്ന് മാത്താണ്ടോറം പാലം വഴി മംഗലപ്പുഴ പാലം വഴി വേണം അങ്കമാലിക്ക് പോകാൻ. ഏതൊരു ദിവസങ്ങളോടും ബ്ലോക്കായിരുന്നു, ആകുമായിരുന്നു. ഇത് നമ്മൾ ആരും അറിഞ്ഞില്ല. കാരണം ഈ വരുന്ന വണ്ടിയെല്ലാം ആലുവിൽ എത്താതെ എടുക്കു വെച്ച് മാറമ്പിളി തിരിഞ്ഞ് നേരെ അങ്കമാലിക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്ത ശ്രമം എത്ര നല്ലതാണ്. ഒരുപടി ശ്രമം നടത്തിയിട്ടുണ്ട്, കാശ് കണ്ടവാനം മുറിക്കുന്നുണ്ട്. അങ്ങനെ ജനോപകാരപ്രദമായി ഒരുപടി കാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്കമാലി അരൂർ മെഗാ ബൈപ്പാസ്, പിന്നെ വിമാനത്താവളത്തിൻ്റെ മാറ്റം, പിന്നെ നമ്മൾ വൈപ്പിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള അടിക്കൂടെ മൂളിക്കൂടെ പാലം, ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യകാലത്ത് വേണമെന്ന് പറഞ്ഞ രീതി, ഇതെല്ലാം നടക്കും, ഒരു സംശയമില്ല. നല്ല കാര്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് എയറോനോട്ടിക്കൽ സർവേ ഇതിനുവേണ്ടി ശ്രമിച്ച എല്ലാവരോടും ഞങ്ങൾ റിക്വസ്റ്റ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അത് എയറോനോട്ടിക്കൽ സർവേ നടത്തിയിട്ട് നേരിട്ട് കൊടുക്കണം മറ്റേതായിട്ട്. അല്ലാതെ പെരുമ്പാറുമാർക്ക് വളഞ്ഞു തിരിഞ്ഞ് പോകും വരുന്നില്ല. തന്നെയുമല്ല, ഈ റോഡിൻ്റെ പ്രത്യേകത, ഈ റോഡിൽ ക്രോസിംഗ് ഇല്ല. ഞങ്ങൾ വിഭാവനം ചെയ്ത കണക്കാണെങ്കിൽ അങ്കമാലിയിൽ നിന്ന് അരൂർക്ക് വരുന്ന 30 കിലോമീറ്ററുള്ളിൽ ക്രോസിംഗേ ഇല്ല. പിന്നെന്താണ് അടിയിൽ കൂടി സബ്വേ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കി ജംഗ്ഷൻ്റെ ഏരിയയൊക്കെ നോക്കിയിട്ട് 1 കിലോമീറ്റർ ഉള്ളിലാകാം, 2 കിലോമീറ്റർ, ചിലത് 3 കിലോമീറ്റർ, കുഴപ്പമില്ല. അതൊക്കെ എഞ്ചിനന്മാർ തീരുമാനിക്കട്ടെ. അടിയിൽ കൂടി മാത്രം ക്രോസിങ്, ഒരിക്കലും ഈ റോഡിൽ ക്രോസിംഗ് ഇല്ല. അതൊക്കെ ആ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ പുതിയ റോഡ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ കൂടി ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മറ്റൊരു കാര്യം, രാഷ്ട്രീയക്കാരുടെ അനാസ്ഥയും കൊള്ളരുതായ്മയും. 100 കോടി എന്ന് പറയുന്നത് 500 കോടി എന്ന് പറയുന്നുണ്ട്. കശുവണ്ടി ഇറക്കുമതി ചെയ്തു. ഇറക്കുമതിയിൽ മോശം സാധനം വാങ്ങിച്ച് വില കൂട്ടി ഫണ്ടുണ്ടാക്കി, പിന്നെ ഇവിടെ ഉൽപ്പാദിച്ചിട്ട് ഇവിടുത്തെ കച്ചവടക്കാർക്ക് വില കുറച്ച് കൊടുത്ത്, അങ്ങനെ എല്ലാം നോക്കിയിട്ട് 500 കോടിയുടെ അഴിമതി തന്നിട്ട് 10 വർഷം നീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിരിക്കല്ലേ, ഇത് എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? 500 കോടി അഴിമതി നടത്തുന്നത് വ്യക്തമായിട്ട്. അപ്പോൾ ചോദിക്കും കേന്ദ്ര ഗവൺമെൻറ് ഇടപാടുകൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെയാണ് അഴിമതി. മാത്രമല്ല ഈ ബാങ്കിൽ നിന്ന് പണം എടുത്ത് പുറത്തേക്ക് പോകുന്നതൊക്കെ, അതൊക്കെ ശരി തന്നെ. അവരെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ ചെയ്യുന്നുണ്ടോ? നീണ്ട് 10 വർഷം സഖാവ് പിണറായിയുടെ ഭരണം ഉണ്ടായില്ല കേരളത്തിൽ. എത്ര വർഷം നിരന്തരമായിട്ട്, അച്യുതാനന്ദ കാലത്തോടുള്ള കേസാണ്, നിരന്തരമായിട്ടുണ്ടായിട്ട് ഒരു കടലാസ് അനിക്കും. അവരെല്ലാം CIT-ക്കാരും സഖാക്കളും മറ്റേ കോൺഗ്രസ്സുകാരും കൂടി ഒരു വിഭാഗം, എല്ലാവരും ഒരു വിഭാഗം പങ്കിട്ടെടുത്തുകൊണ്ട് ഒരു കേസുണ്ടായില്ല. ഇപ്പം നിൽക്കക്കള്ളി ഇല്ലാതെ CM അത് ഒപ്പിടേണ്ടി വന്നു. അല്ലെങ്കിൽ അനീഷ് മുഹമ്മദ് അകത്ത് കിടക്കും. അനീഷ് മുഹമ്മദ് ആരാണ്? മരിച്ചുപോയ MI ഷാനവാസിൻ്റെ മകളുടെ ഭർത്താവാണ്. പഴയ ജന്മ കോൺഗ്രസ്സുകാരനാണ്. എന്നിട്ടും ഇടതുപക്ഷം പറഞ്ഞപ്പോൾ, മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ച് അനുഭവം കൊടുത്തില്ല. ഇപ്പോൾ അവസാനം മുഷ്താഖ് അഹമ്മദല്ല, ജസ്റ്റിസ് ബദറുദ്ദീനോദ്, അദ്ദേഹം കർശനമായിട്ട് പറഞ്ഞു ശക്തമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ തിങ്കളാഴ്ച ഹാജരാക്കാതെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 500 കോടി രൂപ ഖജനാവിൽ നഷ്ടം വരുത്തിയിട്ട് ഈ ഇടത് വലത് മുന്നണിയുടെ 2 പേരും ഒരു വിരലനിക്കോ? അപ്പോൾ കക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാം ഒന്നാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഈ ബൂർഷ പാർട്ടികൾ, ഇപ്പോഴത്തെ കോൺഗ്രസും പിന്നീടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJP-യുടെ ഭരണത്തിലാണ്. അറിയാമല്ലോ പറ്റി. ജനങ്ങൾ തെരുവിലിറങ്ങാണ് ഇപ്പോൾ. കോക്രോച്ച് പാർട്ടി ഇതേപോലെ ഇന്ന് ഡൽഹിയിൽ കൂടിയുണ്ട്. നമുക്ക് അതൊക്കെ കാണുമ്പോൾ വാസ്തവം ഭയമാണ്, സന്തോഷമല്ല. ഇതിനൊക്കെ വലിയ ആവേശമായിട്ട് ആം ആദ്മി പാർട്ടി വന്ന് കോൺഗ്രസ് താഴെ ഇറക്കി, അവസാനം BJP തെക്കൻ ഗ്രൂപ്പായി പോയി. അതിനേക്കുള്ള ആസാമിൽ ആസാം ഗണപരിഷത്ത് ചെറുപ്പക്കാരും സ്റ്റുഡൻറ്റ് പുരോഗമനവാദിക്കട്ടെ, അവസാനം അവർ BJP സപ്പോർട്ട് ചെയ്ത്. ഇവരെല്ലാം വളർന്നു വരുമ്പോൾ BJP-ക്കാർ സപ്പോർട്ട് ചെയ്ത് വാങ്ങിക്കും. ഒന്നുകിൽ പ്രലോഭനം അല്ലെങ്കിൽ പ്രകോപനം, 2 ചെയ്താലും കൊടുക്കും. ഒന്നുകിൽ നശിപ്പിക്കും, അല്ലെങ്കിൽ ആനുകൂല്യം കൊടുക്കും. അങ്ങനെയാണ് BJP ചെയ്തത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ
പിന്നെ വിഡ്ഢികളെന്ന് പറയും. 360 സീറ്റ് മതി 3-2 ഭൂരിപക്ഷം കിട്ടാൻ. 360 സീറ്റ് കിട്ടി അവർക്ക് ഭരണഘടനയ്ക്ക് മാറ്റിയിട്ട് ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കുക എന്ത് തെമ്മാടുത്തും ചെയ്യും, ആരും ചോദിക്കില്ല. അതിലേറെ 330 എടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് വരുന്നുണ്ട്. എല്ലാ പാർട്ടിയും പിളർത്തില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. 100-150 കോടിക്കാണ് ഒരു MP മാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്ത് എല്ലാ പാർട്ടിയും പിളർത്തി. സമാജ്വാദി പിളർത്താൻ ശ്രമിച്ചു തുടങ്ങി, പിന്നെ മമതയുടെ പിളർത്തി, മറ്റ് മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ പിളർത്തി, എല്ലാം പിളർത്തി അവസാനം BJP മാത്രമായിട്ട് ഇന്ത്യയിൽ അവശേഷിക്കാനുള്ള രീതി കാണുന്നത്. അത് തന്നെയല്ലേ ഇപ്പോൾ അടുത്തതിന് 2029 നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനോടെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് രീതി പാസ്സാക്കിയെടുത്താൽ പിന്നെ നോക്കണം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം BJP താഴെ ഇറക്കാൻ പറ്റുമോ? കോൺഗ്രസ് നേതാക്കളെ രാഹുൽ ഗാന്ധിക്ക് മണ്ടൻ ശിരോവണമാണ്. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഈ കത്തോലിക്ക രാഹുൽ ഗാന്ധിക്കൊന്നും BJP താഴെ ഇറക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ആകെ അട്ടർലി ഫെയിലിയറാണ്. കോൺഗ്രസ് ഫെയിലിയറാണ്. ഏതെല്ലാം എവിടെയുള്ളതെന്ന് പറയൂ. കർണാടകയിൽ പ്രശ്നങ്ങളായി ഇവരാണ്. കാരണം അവരെ സംബന്ധിച്ച് BJPക്ക് അത് 100 വർഷം പഴക്കമുള്ള സംഘ് പരിവാറിൻ്റെ എല്ലാ സപ്പോർട്ടും. സംഘ് പരിവാർ നിങ്ങൾക്ക് വേണ്ടി കുറ്റം പറയും RSSനെ, പക്ഷെ അവർ ആത്മാർത്ഥയും കാര്യശേഷിയും സത്യത ഞാൻ പറഞ്ഞില്ല, ആത്മാർത്ഥയും കാര്യശേഷിയും അന്വേഷിച്ച് നോക്ക്. അത് കിടപിടിക്കാത്ത ഒരു പ്രസ്ഥാനം ഇന്ത്യയിലില്ല. ഉണ്ട് BSPയിലെ ഈ അംബേദ്കർ ക്രിസ്റ്റുണ്ട്, 100 പട്ടികത അവർ പാർട്ടി വിടില്ല. പക്ഷെ അതൊക്കെ ശക്തി കുറവാണ്, പ്രായപ്പോയി ഫണ്ടില്ലല്ലോ. കോൺഗ്രസ് കേട്ടോ, ഒരു കാല് മുല്ലാക്കപ്പെടും, ഒരു കാല് കോഴിയുടെ കാഷ്ടമായ കാല് പുറത്ത് വെച്ചിട്ട് മറ്റേ കാല് അകത്ത് വെച്ച് വാഗ് കൊടുത്ത മുല്ലാക്കന്മാരുണ്ട്. അതുപോലെ ഒരു കാല് BJPയിലേക്ക്, ഒരു കാല് കോണിൽ നിൽക്കാണ് കോൺഗ്രസ്സുകാർ. കമ്മ്യൂണിസ്റ്റ് അത് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് ഇല്ലല്ലോ അത് കേരളത്തിൽ. കാരണം ഇത്രയും സങ്കീർണമായ വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപദേശിക്കാൻ ഒരു തെണ്ടി സഖാക്കളുണ്ടായില്ലെന്നാണ് ഞാൻ അത്ര ശക്തമായിട്ട് പറയട്ടെ. കാരണം 4 പ്രാവശ്യം ജയിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സ്ത്രീ ഉണ്ടായത്, സഖാവ് സ്ത്രീ. അവർക്ക് ആകെ അയോഗ്യത, തലയിൽ ഒരു 1.25 മീറ്റർ തുണി ഇടുന്നുള്ള പരാതിയുള്ളൂ. അത് കൊടുക്കാതെ അവർ കൊടുക്കാതെ ഇന്നലെ വന്ന 21 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന് കൊടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ കളഞ്ഞ് ആ പെണ്ണും പാർട്ടി വിട്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നശിച്ച് മൂലക്കെ പോയില്ലേ? എവിടെയാണ് നിങ്ങളുടെ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം പോകുന്നത്? നിങ്ങൾ കുറ്റമായ DMK-യിൽ ചെന്നൈ പട്ടണത്തിൽ മേയർ ഇന്നൊരു ദളിത് സ്ത്രീയാണോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? 13 അങ്ങ് പോളിറ്റ് ബ്യൂറോയിൽ എത്ര പേരുണ്ടോ പിന്നോക്കൻ ദളിത് ഒക്കെ? 1964 പാർട്ടി പിളർന്നത്. അന്ന് പോളിറ്റ് ബ്യൂറോയിൽ അന്ന് പിളർന്ന് മുമ്പുള്ള കാര്യമാണ്. പോളിറ്റ് ബ്യൂറോയിൽ പിളർന്ന മുമ്പാണ്, 64 മുമ്പ്. അത് മുമ്പ് ആ വർഷത്തിന് ആദ്യം പോളിറ്റ് ബ്യൂറോയിൽ 11 പേരുണ്ടായത്. ആ 11 പേരിട്ട് ചൈനയിൽ പോയി മാവോ ചോദിച്ചു, 2% ബ്രാഹ്മിൻസിനെ കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മാവ് നേരിട്ട് ചോദിച്ചു. സഖാക്കൾക്ക് അറിയില്ലെങ്കിൽ അന്ന് പോയി ചോദിച്ചറിയാം, കാര്യം ലിസ്റ്റ് അറിയാലോ അവർക്ക്. 11 പേരിൽ 9 പേരും ബ്രാഹ്മിൻസ്, 2% ബ്രാഹ്മിൻസ്. 100 വർഷമായില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നിട്ട്? ഈ മുസ്ലിം ലീഗ് എന്ന സംഘം ഉണ്ടായിട്ട് 100 വർഷം ആകുമ്പോഴല്ലേ അത് 2 പേരും എവിടെ എത്തിയെന്ന്? ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ടും ഇന്ത്യൻ യൂണിയൻ കേരള കമ്മ്യൂണിസ്റ്റ് പറയാൻ പോലും പറ്റില്ല. കേരളത്തിൽ പോലും ഭരണമില്ലല്ലോ. അതേസമയത്ത് 1980 തുടങ്ങിയ BJP 25 വർഷം കഴിഞ്ഞപ്പോൾ ഭരണത്തിലൊന്നുമില്ലടോ. സഖാക്കളെ, നിങ്ങൾ 24 മണിക്കൂറും AKSൽ റിസർച്ച് ചെയ്യുന്ന ക്ലാസ് വെക്കാനുള്ള സഖാക്കൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭരണം പോയി ജനങ്ങൾ വെറുത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. അതിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് വീണ്ടും പറയാണ്. ഇപ്പോൾ കോൺഗ്രസ് രാഹുൽ ഗാന്ധി കുറ്റം പറയും പോലെ അതിനേക്കാൾ കൂടുതൽ കുറ്റം പറയും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പിണറായി വിജയനെ. കാരണം അറിയുമോ, കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി റിസൾട്ട് വരുന്നു. എന്നാണ് 4-ാം തീയതി ഉച്ച നമുക്ക് റിസൾട്ട് വന്നു, UDF മുന്നേറ്റമാണ്. 3-ാം തീയതി പിണറായി സഖാവ് ഉത്തരവിട്ടു, 5-ാം തീയതി സത്യപ്രതിജ്ഞയാണ്. എൻ്റെ സഖാക്കളെ, എനിക്ക് വളരെ ബഹുമാനത്തോട് പറയണം, വളരെ സങ്കടത്തോടെ പറയണം, നിങ്ങൾ മനുഷ്യ സ്ത്രീകളായിരിക്കണം, അങ്ങനെ ആകണം കമ്മ്യൂണിസ്റ്റുകൾ. ആ കമ്മ്യൂണിസ്റ്റിൽപ്പെട്ട സഖാക്കളോട് ചോദിക്കണം,
മെയ് 3 അന്നത്തെ CM എന്ന് പറയുന്ന പിണറായി സഖാവ് ഓർഡർ ഇട്ട് പോലീസ് അല്ലെങ്കിൽ ബന്ധ അധികാരികൾക്ക് ഇത് 5 സത്യപ്രതിജ്ഞ. അതുകൊണ്ട് 7 നില പന്തലൊക്കെ നമ്മൾ പാർട്ടി പറഞ്ഞാലും പന്തലിടാൻ പറഞ്ഞത്. 4 എണ്ണിപ്പത്തിട്ട് 30 സീറ്റ്, 3 സീറ്റേ കുറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷന് മുൻപ് വരെ നിങ്ങൾക്ക് പറയാം ഞങ്ങൾ ജയിക്കുമെന്ന്, ഒരു സംശയമില്ല. വോട്ടിനുണ്ട്. വോട്ട് ചെയ്ത് പെട്ടിയിൽ വീട് കഴിഞ്ഞാൽ പിന്നെ ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റിലും BJP പിന്നെ നിങ്ങൾ പറയുമ്പോൾ ഒരു 20% വ്യത്യാസമുണ്ട്. 80% സത്യമായിരിക്കും, കറക്റ്റായിരിക്കും. എങ്കിലും നിങ്ങൾ ജനങ്ങളുടെ മാനേജ് അറിയാൻ പറയാൻ പറ്റുള്ളൂ. ഇത് 20% ഒരു 30% കുറഞ്ഞല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ജനങ്ങളുടെ മാനേജ് അറിയാൻ പറ്റുള്ളൂ. സഖാക്കളുടെ മാനേജ് അറിയാൻ പറ്റില്ല, ജനങ്ങളുടെ മാനേജ് അറിയാൻ പറ്റില്ല. സഖാക്കളെ കൊണ്ടല്ല ഭരണം കിട്ടുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കൊണ്ടല്ല ഭരണം കിട്ടുന്നത്. അവരുടെ കൂടെ നിഷ്പക്ഷമതികളായ കുറേയധികം ആൾക്കാരുണ്ട് എല്ലാ രാജ്യത്തോട്ടും, ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല. അവർ കൂടി വോട്ട് കിട്ടുകയാണെങ്കിൽ ഫില്ല് ചെയ്യുന്നത്, ഫിൽ ദി ബ്ലാങ്ക് എന്ന് പറയുമ്പോൾ ഫില്ല് ചെയ്യുന്നത് അവരുടെ പോലും മനസ്സ് നിങ്ങൾക്കറിയാൻ പറ്റില്ലല്ലോ. തോറ്റത് എന്നിട്ട് മാറി നിൽക്കാതെ ആ ചെറിയ കാത് കുത്തിടുന്നത്, ഞാൻ പറയുന്നുണ്ട്, കാത് കുത്തിടുന്നത് ഇറച്ചിക്ക് പോയതല്ലേ, ആ ചെറിയ ഒരു പ്രതിപക്ഷ സ്ഥാനമുണ്ടേ അതെന്നെ മുകളിൽ ഇടിച്ചതല്ലേ. ഇതെന്താണ്? ലോകത്തിന് മാതൃകയാകേണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിനെ നയിക്കുന്ന നേതാവ് ഇതാണ്. ഒളിവിലും ബാത്തും നടക്കാണ്. കള്ളനെ പിടിച്ചിടുമ്പോൾ പോലീസും ഭരണകൂടവും കള്ളനെ പിടിക്കാൻ നടക്കുമ്പോൾ മാറി ഒളിവിൽ നിൽക്കാണ്. എന്തൊരു അവസ്ഥയാണോ നിങ്ങൾ ഈ പാവപ്പെട്ട സഖാക്കളെ നിങ്ങൾ ഏത് നിലയിൽ കൊണ്ടെത്തിച്ച്? എന്താണ് അഭിമാനത്തോടെ പാടാന്ന് വെച്ചാൽ പോട പുല്ലേതുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടുത്തെ ഭൂഷ സ്വഭാവങ്ങൾക്കും പിന്നെ കോർപ്പറേറ്റുകൾക്കും സ്വർഗീയവാദികൾക്കൊക്കെ ഞാൻ എൻ്റെ സ്നേഹമുണ്ട്. നമ്മുടെ ശ്രീമൂലൻ്റെ വിജയൻ്റെ അനിയൻ മോഹൻ എഴുതിയൊരു അഷ്ടബന്ധം ഒരു നോവലുണ്ട്. അത് സിനിമയാക്കി. ആ സിനിമയാക്കിയപ്പോൾ ഒരു മുസ്ലിം ഒരു വിഭാഗം വർഗീയവാദികൾ, ഹിന്ദു വിഭാഗം വർഗീയവാദികൾ അത് നാളുണ്ടായപ്പോൾ കുറേ ഒരു ഓടി സഖാക്കളുടെ ഓഫീസിൽ കയറി. അപ്പോൾ സഖാക്കളുടെ ഓഫീസിൽ നിന്ന് അട്ടല് നിവർത്തി ധീരന്മാരായ കുറേ പേര് ഇറങ്ങിയിട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് അവരെ തല്ലി ഓടിക്കാണ്. അതാണ് ധീരന്മാര് സഖാക്കൾ. അവരത് മാറിയാകുന്നുണ്ട്. ആ അഷ്ടം സിനിമയിലാണെങ്കിൽ അതുപോലെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള സഖാക്കൾ നിങ്ങൾ ആണിനും കൊള്ളില്ലാത്ത മന്ദബുദ്ധിയായി കളഞ്ഞല്ലേ. 3 12 വോട്ട് കൊടുക്കും, 4 വോട്ടെണ്ണി ഇപ്പം 3 കൊള്ളൂ, 90-30 സീറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജനങ്ങളായിട്ട് ബന്ധമില്ലാതെ ഇപ്പോൾ ഇല്ലേ? എന്നിട്ട് അവർ തോറ്റുപറ്റി സമ്മതിച്ചു. അത് മാറി നിന്ന് ആരെങ്കിലും ആണുങ്ങൾ മനുഷ്യത്തോടെ ഏൽപ്പിച്ച് മാറിയൊക്കെ നോക്കിയില്ലല്ലോ. ആ ചെറിയ കാത് കുത്തെടുത്ത് എന്തൊരു ഇറച്ചി ഉണ്ടാവും. ആ ഒരു ഇതുപോലും ഞങ്ങളുടെ നാട്ടിൽ ഒരു പഴഞ്ചലുണ്ട്, ഒരു കാർന്നവരുണ്ട്. അത് ഈ അണ്ടിയിലെ കാഷ്നട്ട് അതിങ്ങനെ കുത്തി പൊട്ടിക്കും പഴുക്കുമ്പോഴായിട്ട്. അപ്പോൾ 100 അണ്ടി കുത്തിയാൽ 1 അണ്ടിയാണ് കൂലി. 100 ഈ പുള്ളി തിന്നുകൊണ്ടിരുന്നത് ഏത് കാർന്നവർ. 101 കുത്തിയ പയ്യനാണ്, അത് പുള്ളി എടുത്ത്. ആ അവസ്ഥയല്ലേ ഇപ്പോൾ ഉണ്ടായി സഖാവ്. ആകെ ചെറിയൊരു ചാൻസാണ് പ്രതിപക്ഷ സ്ഥാനത്ത്, അതുപോലും പുള്ളി വിട്ടുകൊടുക്കാതെ പുള്ളിയുടെ സർവ്വ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അത് കൈക്കലാക്കില്ലേ. വേണ്ട മോനെ സഖാവേ, നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാതെ വിചാരിക്കട്ടെ. ജനങ്ങൾ അത് സംഘടിത ശക്തിയാണ്. 2 ശക്തിയാണ് ഈ ലോകത്തുള്ളത്. ആദ്യമായിട്ട് പിണറായി സഖാവ് മനസ്സിലാക്കണം. ഒന്ന് ദൈവശക്തിയാണ്, പോട്ടെ നിങ്ങൾക്ക് ദൈവമില്ല. 2ാമത് ശക്തിയുണ്ട്, ജനശക്തിയാണത്. ആ ജനശക്തി പിണറായി വിജയനിലെ പട്ടാള പോലീസല്ല എല്ലാം തോറ്റു. ചരിത്രമാണ് പറയുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് മാന്യമായിട്ട് തെറ്റ് സമ്മതിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് അറിയിച്ചത് മാറി നിൽക്കാൻ പറ്റില്ല. 85 വയസ്സായിട്ടായല്ലോ, ആരോഗ്യം ക്ഷയിച്ചല്ലേ, ഇപ്പോഴും അത് കെട്ടിപ്പിടിച്ചിരിക്കല്ലേ. ആ പാവം ആ പെൺകുട്ടിയെ എന്തൊരു കഷ്ടതയ്ക്ക്. 10-35 വയസ്സ് കഴിയുള്ള ഒരു യുവതി ചിരിച്ചും സന്തോഷത്തിൽ കണ്ട് പെൺകുട്ടിയെ പോലീസിനെ വിട്ട് ചോദ്യം ചെയ്ത് അവരുടെ അവസ്ഥ എന്താണ്? എനിക്കുണ്ട് അതും അതേ പ്രായമുള്ളൊരു മകൾ എനിക്കുണ്ട്. എൻ്റെ മകളാണ് അങ്ങനെ വന്ന് ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ ഒരു കാര്യം പിണറായി സഖാവ് പറയാം, എൻ്റെ മകൾക്കാണ് അതുപോലെ സാധ്യത വന്നെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഭീരുവായിട്ടില്ല, അത്ര ഭയാനകമാണത്. ഒരു കൂസുമില്ലാതെ ഇപ്പോൾ നിരപരാധികളായ 10-300 പേരെ പിടിച്ചാൽ 27 ജയിലിൽ കിടന്ന് ജാമ്യം കൊടുത്തില്ല. അവർക്ക് അവസ്ഥ എന്താ? അവരെന്താ ചെയ്തേ? പിണറായി സഖാവിൻ്റെ മകള് അഴിമതി ചെയ്തതിന് ആ പാവം സഖാക്കൾ ചെയ്ത് അവരമ്മമാർ ഈച്ചരിയുടെ അവസ്ഥയാണ്. ഈച്ചരികളറിയോ?
രാജ കേസിൽ ഉരുട്ടിക്കൊന്ന കേസില്ലേ, ആ രാജന്റെ ഓർമ്മയിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണും പൊട്ടി ചെവിയും പൊട്ടി ആ മനുഷ്യൻ ജീവച്ഛവമായിട്ടിരുന്നു. അതൊക്കെ ഏതാണ്ട് കുറെ അനുഭവിച്ചാണ് കരുണാകരൻ പോയുള്ളൂ. ആരും പോകാതിരിക്കില്ല, അനുഭവിക്കാതിരിക്കില്ല. ഇന്ന് ആ അവസ്ഥയാണ്. ആ മക്കൾ, അമ്മമാരും അച്ഛന്മാരും ആ അവസ്ഥയിലാണ്. കേന്ദ്രത്തോട് രക്ഷപ്പെടാൻ സാധിക്കുമോ? ഈ എന്താണ് ഈ കെട്ടിക്കള തവളെ പോലെയുള്ള ഈ 10-300 സഖാക്കൾ വിചാരിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് എതിർക്കാൻ സാധിക്കുമോ? പട്ടാളത്തിന് മുമ്പ് എതിർക്കാൻ പറ്റുമോ? ജനശക്തി എന്നാ എതിർക്കാൻ തോൽവി ജയിക്കുക. ജനശക്തി ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനശക്തി മാറിപ്പോയില്ലോ. ഞാൻ ഇത്രയും വികാരാധീനായിട്ട് ഇത്രയും വിഷമത്തിൽ പറയുന്നത്, അവസ്ഥ വളരെ മോശം. ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയല്ലോ, ചിരിച്ച് നിൽക്കേണ്ട ഒരു പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി. അവർ കളിച്ച് ചിരിച്ചടക്കട്ടെ, അവരെന്തിനു കുറിച്ച് അല്ലാതെ എന്തെല്ലാം അവസ്ഥ. നിങ്ങൾക്ക് എത്ര കോഴിയുടെ കക്കാലോ, ആ കുട്ടി എന്തിനെതിരെ കൂടുതൽ വിളിച്ചിട്ടുണ്ടോ? അയാൾ കല്യാണം കഴിച്ചിട്ട് ഒരു ഭർത്താവുണ്ടല്ലോ മുഹമ്മദ് റിയാസ്. നീയൊക്കെ ഒരു ഇസ്ലാമാണെന്ന് പറഞ്ഞു. ഇപ്പം അല്ലെന്ന് മതം മാറിയതില്ലെങ്കിലേ നീയൊക്കെ എന്തേടോ ഭാര്യ ഈ കേസിൽ പെടുത്തിയത്? നിനക്കെങ്കിലും പറയാൻ പാടില്ലായിരുന്നോ? സഖാവ് വൈഫാണ്, അവളതിനെ ഉൾപ്പെടുത്തണ്ട. ഈ 1-2 കോടി 1,70,00,000 പറയുന്നത്, ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അഴിമതി നടത്തി ഇന്ത്യയിൽ ഈ 1,72,00,000 പേരും പറഞ്ഞ ആ കുട്ടി കോടി കയറ്റത് ഇപ്പൊ ഡൽഹിയിലേക്ക് മാറ്റാന്ന് പറഞ്ഞ. കേരളത്തിൽ ഈ സഖാക്കൾ പിള്ളേർ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് ഡൽഹിയിലേക്ക് മാറ്റും. എന്താ അവസ്ഥ? ഡൽഹി ഇപ്പൊ തിഹാർ ജയിലിലേക്ക് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ രാജപിള്ള കേസറിയ രാജപിള്ളറികള് ലോകത്തിന് നമ്പറും മിഠായിനും ബിസ്ക്കറ്റ് ആള് രാജപിള്ള. ആ രാജപിള്ളയെ ജയിലിട്ട് കൊന്നെടുക്കല്ലായിരുന്നോ? അതാണ് അവസ്ഥ. അതാ എനിക്ക് ഇത്രയും സങ്കടം. ഞാൻ പറയില്ല, അനീതി കയറി പോരുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഉണ്ടായി ലോകത്തുണ്ടായത്, അത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് സന്തോഷിക്കട്ട. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഷണ്ണന്മാരായിപ്പോയി, ബുദ്ധിയില്ലാത്തതായിപ്പോയി. ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം, ബുദ്ധിയുള്ളവരായിരുന്നെങ്കിൽ ആ ജയപ്രകാശ് നാരായൺ ചെയ്തതുപോലെ 30% വോട്ടാണ് ഇപ്പൊ കൃത്യമായിട്ട് പോലും BJPക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 67% പുറത്ത് കിടക്കായിരുന്നു ജനങ്ങൾ. അവരെല്ലാം ഒരേ കൊടക്കൽ നിർത്തിയിട്ട് BJP താഴെ ഇറക്കായിരുന്നു. ചെയ്തോളൂ നിങ്ങൾ. അപ്പൊ ആസാംകാരെ തൊടാൻ പറ്റില്ല, ആന്ധ്രാപ്രദേശെ തൊടാൻ പറ്റില്ല, പെലേനെ തൊടാൻ പറ്റില്ല. കള്ളന്മാരെ കൂടി. പിന്നെ പാരമ്പര്യം, അച്ഛൻ കഴിഞ്ഞ മകൻ കഴിഞ്ഞ അങ്ങനെ പോകും. കുറച്ച് സങ്കടമുണ്ടത്. ഇന്ത്യൻ ജനങ്ങളെയാണ് നിങ്ങൾ പറ്റിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജനങ്ങളെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എങ്ങനെ പറ്റിച്ചു? 2 ഭാഗം പുറത്തുണ്ട്. ആ 2 ഭാഗത്തിലെ സംഘടിപ്പിച്ച് നിങ്ങൾ BJP താഴെ ഇറക്കാൻ ശ്രമിക്കാത്തതിന് പേരിൽ നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇതിന് BJP അവർ ഭരണപക്ഷം അറിയാലോ, സ്വാഭാവികമായിട്ട്. പ്രതിപക്ഷ പാർട്ടികൾ 3-2 ജനസംഖ്യ ഉള്ള പാർട്ടികൾ എല്ലാം കൂടി നിങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കരുത്. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താ? 20 കോടി വരുന്ന 20% വരുന്ന മുസ്ലിങ്ങൾ, 30 കോടി വരുന്ന മുസ്ലിങ്ങൾ, അതിൽ 99.9% വോട്ടും ഈ രാഹുൽ നയിക്കുന്ന കള്ളന്മാർക്ക് വോട്ട് ചെയ്ത്. എന്നിട്ട് ഇന്നലെ ഒരു മഹാരാഷ്ട്രയിൽ ഒരു കടയിൽ, ഇത് മതി പറയുന്ന അല്ല, ആവേശമല്ല, യാഥാർത്ഥ്യമാണ്. കടയിൽ ഇരിക്കുന്നു, അയാൾ തൊപ്പി വെച്ചിട്ട് ഡ്രസ്സുണ്ട്, മുസ്ലിം ഡ്രസ്സാണ്. 4-5 ഹിന്ദു പെൺകുട്ടി ചെന്ന് എന്തോ വാങ്ങിക്കുന്നു. അവിടെ ചെന്നപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടെങ്കിൽ അയാൾ ഓടി പോലീസ് സ്റ്റേഷൻ കയറിയിട്ടു. പോലീസിൽ ചെന്നപ്പോൾ പോവില്ല, അയാളുടെ പേരിൽ കേസെടുത്ത് പോലീസ് തരണം. ഇതൊക്കെ കാണുമ്പോൾ എങ്ങോട്ട് പ്രതികരിക്കാതിരിക്കും? നമ്മൾക്ക് മനുഷ്യനായി പോയില്ലേ? ജാതിയല്ല അവിടെ നോക്കുന്നത്, നീതിയാണ്. മതി ജനങ്ങൾ ആവേശം കൊള്ളിച്ച് അവിടെ ഫലത്തെത്താൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ജനങ്ങൾ ആവേശം കൊള്ളിക്കല്ല. പക്ഷെ ഇത് യാഥാർത്ഥ്യമല്ലേ, സത്യമല്ലേ? നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പിനും ഇതിനൊക്കെ അനുകൂലിക്കാൻ പറ്റുമോ? അതാ കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിക്കും ചെയ്തതിൻ്റെ മണ്ടത്തരം. നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, നിങ്ങളുടെ അധികാര മോഹത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിക്ക് പ്രധാനമാണ് ഒറ്റ ലക്ഷ്യത്തെ പേരിലാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ അധപതിച്ചതാക്കി ഈ ഘട്ടത്തിലാക്കിയത്. BJPക്ക് അനുഭവം കിട്ടി. സംഘടന ഇപ്പോൾ കോക്രോച്ച് പാർട്ടി ഒരു ശ്രമം നടത്താണ്. അതുകൊണ്ട് ആകെ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ കോൺഗ്രസിലെ ചെയ്യേണ്ടത്, പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടത്. അവരതിങ്ങിയോ? ഇത്രയും വലിയ അനീതി ഉണ്ടായിട്ട് ഒരു അപശബ്ദം പോലും BJPക്കെതിരെ ഉണ്ടാക്കിയില്ല. BJPക്കെതിരെ ഈ രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് ഏതെങ്കിലും ഒരു സമരം
നടത്തിയിട്ടുണ്ടോ? ഈ ആൾക്കൂട്ടം നയിച്ചല്ലാതെ അത് എത്തുവാൻ പറ്റില്ല. അല്ലെങ്കിൽ വോട്ടിനെതിരെ ഒരു ലക്ഷക്കണക്കിന് പങ്കെടുപ്പിച്ച് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് 90 വയസ്സുള്ള ആള്, അയാൾക്ക് എന്താ ആഗ്രഹമായിട്ടാ ആദ്യം ജനങ്ങളെ സംബന്ധിച്ച് ജന്തർ മന്ദർ ഇതിനെപ്പോലെ സമ്മേളനം വെച്ച ദിവസങ്ങളോളം ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ എങ്ങനെ കള്ളന്മാന്ന് പറയാതിരിക്കും? അരുപതി പറയുമ്പോഴല്ലോ യുദ്ധത്തിൽ നമ്മുടെ സീമല്ലേ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ പിണറായിക്കെതിരെ ഒരൊറ്റ സമരം നടത്തിയിട്ടില്ല, ഈ വാചകസത്തല്ലാതെ. പിന്നെ ഇതിലിപ്പോൾ അധികാരം കിട്ടി, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ 33 മുസ്ലിങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അധികാരം തരാം, 75 സീറ്റ് ഗ്യാരണ്ടിയാന്ന് പറഞ്ഞ് അതുപോലെ 7 സീറ്റ് ഗ്യാരണ്ടി കൊടുത്ത് ഭരണത്തിൽ ലഭിച്ച് മുഖ്യ സ്ഥാനം കൊടുത്ത് ഇനി മാന്യം പഠിച്ചാൽ നിങ്ങൾക്കല്ല, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. അപ്പൊ ഇത്തരണത്തിൽ ജനങ്ങളെ പറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇത്രയും ദീർഘവീക്ഷമില്ലാത്ത മണ്ടത്തരം കാണിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, ഞങ്ങൾ 1 വർഷം കാത്തിരിക്കും, അതിനുവേണ്ടി എന്നെ കൊന്നില്ലെങ്കിൽ 1 വർഷം കാത്തിരിക്കും. 1 വർഷത്തേക്കും ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, ഈ കത്തോലിക്ക കോൺഗ്രസ് മര്യാദക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ഉറുമ്പിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് BJP സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ 5-1 ആ അവകാശം വാങ്ങിക്കും, ബാക്കി 5-4 ഭാഗം അവർ തിന്നോ കൊടുക്കും, ആർക്കും ചെയ്തോട്ടെ. നിൽക്കുകയില്ലായിരുന്നു, വേറെ മാർഗാത്തതുകൊണ്ടല്ല, വേറെ അത് ഇഷ്ടപ്പെട്ടിട്ടല്ല. അവിടെ ഞങ്ങളെ തോൽപ്പിക്കാന്ന് വിചാരിക്കണം. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷമാണ്, പ്രത്യേക മുസ്ലിം സമുദായത്തെയാണ്. ഇത്രയും മോശമായ രീതിയിൽ മുസ്ലിം സമുദായത്തോട് ഭരിക്കുന്ന ഗവൺമെന്റ് പെരുമാറിയിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് ഒരക്ഷം മിണ്ടുന്നുണ്ടോ? മിണ്ടാൻ പറ്റുന്നുണ്ടോ അവർക്ക്? അതാണ് സംഗതി. അപ്പൊ ഞങ്ങൾ 1 വർഷം വരെ കാത്തിരിക്കും. ഈ വർഷം അവസാനം 6 മാസമല്ലേ, ഇതിപ്പോൾ 6 മാസമല്ലേ, അല്ല 1 വർഷം കാത്തിരിക്കും. കാരണം ആവശ്യം കൂടെ 1 വർഷത്തേക്കും കത്തോലിക്ക കോൺഗ്രസ് മുസ്ലിം സമുദായത്തിന് 5-1 സ്ഥാനമാനം കൊടുക്കുകയും അതുപോലെ പിന്നോക്കത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനമാനം കൊടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ 2% വരുന്ന ക്രിസ്ത്യാനികളോ 2% ബ്രാഹ്മിൻസുമോ നേടിയെല്ലാം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും. ആ പ്രതികരണത്തിന്റെ മുൻപിൽ നിങ്ങൾ ചാറുമായി പോകും. പിന്നെ വരുന്ന BJP ലോകത്ത് ആർക്കും എതിർക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുത്തരുതെന്ന് വിനീതമായി അഭ്യർത്ഥിയാണ്. കേരളത്തിൽ പോലും സതീഷ് ഉൾപ്പെടെയാണ് കേരളത്തിൽ 3 സ്ഥാനമാനങ്ങൾ ഈ സമുദായത്തിൽ കൊടുത്തോളാം. ആർക്ക് കൊടുക്കും നമ്മൾ പറയില്ല, നിങ്ങൾ ആർക്ക് ഇഷ്ടം കൊടുത്തോ, 3 സമുദായത്തിൽ കിട്ടണം, അപ്പോൾ എല്ലാവർക്കും കിട്ടണം, ആളോഹരി കിട്ടണം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടേ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.